ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മാങ്ക ചാപ്റ്റർ 1180 മാങ്ക എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു മാങ്ക എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഒമൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. കവർ പേജിലായിട്ട് വെഗാപങ്ക് സിയൂസിനെ ചോപ്പറിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. മോഡിഫൈയിലൂടെ സിയൂസ് മഴയ്ക്ക് പകരമായി ധാരാളം മിഠായികൾ ചോപ്പറിന് വേണ്ടി പേയിക്കുന്നതായി കാണാം. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇമൂന്റെ ഒരു ഗ്ലിംസ് മാത്രമായിരുന്നുവെങ്കിൽ 1180 തുടക്കം തന്നെ കിങ് ഓഫ് ദ വേൾഡ് സെയിന്റ് നെറോണ ഇമൂന്റെ ഒരു ഫുൾ ഫിഗർ കാണിച്ചുകൊണ്ടാണ് തുടക്കം. കൈഡോ, വൈറ്റ് പേഡ് തുടങ്ങിയ പൈററ്റ്സുകളുടെ എല്ലാം അത്രത്തോളം ഫിസിക്കൽ ഫിറ്റ് തന്നെ ഇമൂനിപ്പോൾ ഉണ്ട്. വാനോയിലെ കിങ്ങിന് ശേഷം മറ്റൊരു ട്രൂ ലുനാരിയനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഹോൾ എൽബാഫും ഇപ്പോൾ ഒരു ഹൊറർ മോഡിലേക്ക് മാറിയിരിക്കുന്നു. അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇമൂന്റെ പ്രസൻസിലൂടെ നോൺ ലിവിങ് തിങ്സിനുണ്ടായ മാറ്റങ്ങളെല്ലാം. കിങ് ഓഫ് ദ വേൾഡിനെ സ്വീകരിക്കുന്ന പ്രകൃതിയെ കണ്ട് ജയൻസുകളെല്ലാം അന്തം വിട്ടു നിൽക്കുകയാണ്. അവരെല്ലാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഇയാൾ ആരാണെന്നെല്ലാം ഇങ്ങനെ വിളിച്ചു പോകുന്നത് കേൾക്കാം. ഇപ്പോൾ അതിന് മറുപടിയായിട്ട് ഇമു പറഞ്ഞു തുടങ്ങി, ഞാൻ കിങ് ഓഫ് ദിസ് ലാൻഡ്. ഇപ്പോൾ ഇത് കേട്ടോണ്ട് ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്, രാജാവോ? നീ ആരാണ്? ഈ രാജ്യത്തിന് ഒരു രാജാവുമില്ല. പിന്നെ നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു എന്നല്ല. ഇമു സർഫസ് വേൾഡിലേക്ക് വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതിരുന്ന ഗോഡ്സ് നൈറ്റുകൾക്ക് ഇത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. ആ ഒരു പരിഭ്രാന്തിയിലായിരിക്കണം സോമസ് ഇമുവിനോട് കേഴുന്നത്. ഇമുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെ ഫ്യൂരിയസ് ആണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണമാവാം ഗേഡിന്റെ വിരലുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഇമുവിന്റെ തുടക്കം. അവൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പായിരുന്നു അവളുടെ വിരലുകളെ ഇമു അരിഞ്ഞത്. ഇമുവിന്റെ ഈ ഒരു പ്രവൃത്തി സൊറോ അടക്കമുള്ള എല്ലാ വാരിയേഴ്സിനെയും അത് ചൊടിപ്പിച്ചു. സൊറോ തന്റെ 3 സോർഡ് സ്റ്റൈലിലേക്ക് സ്വിച്ച് ചെയ്ത് ഇമുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ ഗേർഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സോമേഴ്സ് തന്റെ മിഷൻ പോലുള്ള ഹൃദയത്തെ താങ്ങിയെടുത്തുകൊണ്ട് ഹാവു രക്ഷപ്പെട്ടു എന്നെല്ലാം പറയുന്നത് കേൾക്കാം. ഇമു ഒരു ഗോഡ്സ് നൈറ്റ് ആണെന്ന രീതിയിലാണ് സൊറോന്റെ അപ്രോച്ച്. ഇപ്പോൾ അതിലും ഫ്യൂരിയസ് ആയി നിൽക്കുകയാണ് ഹാജുറുദ്ദീൻ. ഇമുവിനെ അറ്റാക്ക് ചെയ്യാൻ ഹാജുറുദ്ദീൻ തുനിയുന്നു. എന്നാൽ ഈ നേരം കൊണ്ട് ഇമുവിന്റെ ഒബ്സർവേഷൻ ഹാക്കി അത് ക്യാപ്ചർ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു എൻറ്റിറ്റി എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയത് കൊണ്ടാവാം സ്റ്റാൻസൺ ഹാജുറുദ്ദീനെ രക്ഷിക്കുന്നതും അതിലൂടെ അയാൾക്ക് അയാളുടെ കാലുകൾ നഷ്ടമാവുന്നതും. ഈ രംഗം കണ്ട് ചോപ്പർ, ബ്രോഗി അടക്കമുള്ളവർ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റന് കൊടുത്ത വാക്ക് താൻ പാലിക്കുമെന്നോണം പിന്തിരിഞ്ഞോടാതെയുള്ള സൊറോന്റെ ആ നിൽപ്പ് അമ്പോ ഗൂസ് പംസ് തന്നെയായിരുന്നു. 3 സോർഡ് സ്റ്റൈൽ, റെങ്കോക്കു നിഗിരി, ഇതായിരുന്നു സൊറോ ഇമുവിന് വെച്ച മറുപടി. എന്നാൽ ഇത് ഇമുവാണ്, പവർഫുൾ എൻറ്റിറ്റി ഇൻ ദ വൺ പീസ്. ആ ഒരു അറ്റാക്കിനെ നിഷ്പ്രയാസം തടഞ്ഞുകൊണ്ട് പകരം തന്റെ കൈകളിൽ നിന്നും ഒരു ബ്ലാക്ക് ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിച്ചു. ഒമൻ എന്നായിരുന്നു ആ ഒരു ഡിമോണിക് ഫ്ലെയിമിന്റെ പേര്. അതിന്റെ പ്രഹരം സൊറോയുടെ തലക്കേറ്റ് രക്തം വാർന്ന് ബ്ലാക്ക് ഔട്ടായി അവൻ താഴേക്ക് പതിച്ചു. ഇനിയിപ്പോ മറ്റു വഴികളൊന്നും ഹാജുറുദ്ദീന് മുമ്പിലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അതേ ഫ്ലെയിം വലിയൊരു എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്ത് ഹാജുറുദ്ദീനെയും അപായപ്പെടുത്തി. ഒമൻ എനിമീസിനെ ഇല്ലാതാക്കുമെങ്കിൽ അതേസമയം തന്റെ അലയായി നിൽക്കുന്നവരെ ഇൻസ്റ്റന്റ്ലി ഹീൽ ചെയ്ത് തിരികെ കോമ്പാക്ട് മോഡിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർ കൂടിയാണ്. ഇപ്പോൾ ഒമൻ നൽകിയതിന് സോമേഴ്സ് ഇമൂസാമയ്ക്ക് നന്ദി പറയുന്നുണ്ട്. ഇപ്പോൾ അവർ ഇരുവരും അവിടെ നിന്നും അടുത്ത നൈറ്റ്സുകളെ അന്വേഷിച്ച് പോകുന്നത് കാണാം. ആ ഒരു സന്ദർഭത്തിൽ അത്ര നേരം പാട്ടുപാടിക്കൊണ്ടിരുന്ന എല്ലാ നോൺ ലിവിങ് തിങ്സും തിരിച്ച് പഴയ രീതിയിലേക്ക് നിശ്ചലമാവുന്നതും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൽബാഫിലെ ജനങ്ങളേവരും ഉച്ചത്തിൽ വിളിച്ചു കൂവുന്നുണ്ട്, ഗോഡ്സ് നൈറ്റുകളെക്കാട്ടിലും വലിയൊരു ശക്തി ഈ നാട്ടിൽ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആരും വെപ്പൺസ് താത്തുവയ്ക്കരുത്, ഏവരും യുദ്ധം ചെയ്യാൻ റെഡിയാകൂ എന്നല്ല. ഇപ്പോൾ ഇമു വാല സ്കൂളിന്റെ ഭാഗത്തുകൂടി പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെയായിട്ട് ഗുങ്കോനെ ഐസിൽ ലോക്ക് ചെയ്തിരിക്കുന്നത് ഇമു കാണുന്നുണ്ട്. ഇമു ഒമൻ ഉപയോഗിച്ച് അതിൽ നിന്നും ഗുങ്കോനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിലുണ്ടായ വലിയ എക്സ്പ്ലോഷൻ സെൻട്രലത്തിലുണ്ടായിരുന്ന ഗബാൻ കേൾക്കുകയും ഗബാൻ അപ്പോൾ പറയുന്നുണ്ട്, താൻ ഗോഡ് വാലിയിൽ പോലും അനുഭവിക്കാത്ത ഹാക്കിയാണ് ഇപ്പോൾ എൽബാഫിൽ അനുഭവപ്പെടുന്നത് എന്നല്ല. വാല സ്കൂളിന്റെ ഭാഗത്തായി ലോക്കിയും ലൂഫിയും അവരുടെ എനർജി വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കി പറയുന്നുണ്ട്, ഒരു സ്ട്രേഞ്ച് ഹാക്കി എനിക്ക് അനുഭവപ്പെടുന്നു, പെട്ടെന്നാകട്ടെ ഏതോ ഒരു വലിയ ശക്തി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ലൂഫിയും അത് അനുകൂലിക്കുന്നത് പോലെ പറയുന്നുണ്ട്, എനിക്കും അത് അനുഭവപ്പെട്ടു എന്നൊക്കെ. ഇപ്പോൾ സാഞ്ചിയുടെ ഗ്രൂപ്പിന്റെ അടുത്താണ് കില്ലിംഗ് ഹാം ഉള്ളത്. നാമി ഓടി വന്നുകൊണ്ട് ജിംബയോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന്.
ജിംബെ പറയുന്നുണ്ട്, എനിക്കും അത് മനസ്സിലായിട്ടില്ല, പക്ഷെ അവിടെ നിന്ന് വരുന്ന ഹാക്കിയുടെ തീവ്രത വളരെ ഭയാനകമാണ് എന്നല്ല. പറഞ്ഞു തീരും മുമ്പ് അവർക്ക് മുമ്പിൽ ഇമു പ്രത്യക്ഷനായി. ഇമുവിനെ കണ്ട കില്ലിംഗ്ഹാം ഗ്രേറ്റ് വൺ എന്ന് വിളിച്ചു കൂവുന്നുണ്ട്. അതിലൂടെ ഒമൻ ലഭിച്ച കില്ലിംഗ്ഹാമും സാഞ്ചിയുടെ കയ്യിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടു. സാഞ്ചിയുടെ കയ്യിൽ നിന്നും ഒരു എനിമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞ വൺ പീസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാഞ്ചി ഫാൻസിനും അറിയാം പിന്നെ സാഞ്ചിയുടെ പക്കൽ നിന്നും എന്താ വരാൻ പോകുന്നതെന്ന്. അതെ, ബ്ലാക്ക് ഫുട്ട് സാഞ്ചി മിന്നൽ വേഗത്തിൽ തന്നെ ഇമുവിനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. ആ സമയം ജിംബെ വിളിച്ചു കൂവുന്നുണ്ട് അയാളുടെ അടുത്ത് നിന്ന് മാറാൻ എന്നൊക്കെ. പക്ഷേ സാഞ്ചിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുക്കാതെയാണ് ഒരു വലിയ എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചു. അതിൽപ്പെട്ട സാഞ്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഈ ഒരു ടൈമിൽ ഒരു വലിയ കാല് ഇമുവിന്റെ മുന്നിൽ പ്രത്യക്ഷമായി. ആ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇമു ആണെങ്കിൽ ഒരു ഉറുമ്പിന്റെ അത്രത്തോളം ചെറുതായി പോയി എന്നുള്ളതാണ് ഒരു തമാശ. ഗൈസ്, ആ ഒരു സീനുണ്ടല്ലോ വളരെയധികം ഗൂസ് ബംസ് തന്നെ ഒരു സീനാണ്. വൺ പീസിന്റെ ആന്റഗോണിസ്റ്റിനെ നേരിടാൻ വരുന്ന ഒരു സൈഡ് ക്യാരക്ടറിനും ഇത്രയും ഓറ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമ്മാതിരിയായിരുന്നു ലോക്കിയുടെ ആ ഒരു വരവ് തന്നെ. ഇരുവരും തമ്മിലുണ്ടായ സംസാരത്തിൽ ഇമു ലോക്കിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്റെ ജനനം അത് നടക്കേണ്ടതല്ല എന്നല്ല. അതിലൂടെ ഒരു കാര്യം ഉറപ്പായി, ലോക്കിയും 800 വർഷങ്ങൾക്ക് മുമ്പുള്ള നിദോങ്ങിന്റെ ഫസ്റ്റ് യൂസറിന്റെ റീഇൻകാർണേഷൻ ആണെന്നുള്ളത്. കാരണം ലോക്കിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉൾപ്പെടെ അയാളുടെ കണ്ണുകൾ ഉൾപ്പെടെ മറ്റൊരു ലിനിയേജിലേക്കുള്ള ചുവടുവെപ്പാണോ എന്ന് ചിന്തിക്കാൻ തന്നെ കാരണമാവുന്നു. എന്തായാലും ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു ലിനിയേജിന്റെ റിവീൽ കൂടി ഉണ്ടായേക്കാം. ചാപ്റ്ററിന്റെ എൻഡിങ് തന്നെ ഇരുവരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിവേ, ഇനി അങ്ങോട്ട് ഫുൾ ഫൈറ്റുകൾ തന്നെ ആവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോ പരിക്ക് പറ്റിയിരിക്കുന്ന സ്ട്രോ ഹാറ്റ്സ് ഉൾപ്പെടെ ഏവരെയും ഇനി ഇവർ തമ്മിലുള്ള ഫൈറ്റിന് ശേഷമായിരിക്കും കാണാൻ സാധിക്കുക. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററിൽ വരാൻ പോകുന്നത് ചെറിയ ഫൈറ്റ് ഒന്നും ആയിരിക്കില്ല, പകരം ഒരു ബ്രഹ്മാണ്ഡ ഫൈറ്റ് തന്നെയാവും. എനിവേ, നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച തന്നെ ലോക്കി വേഴ്സസ് ഇമു ഫൈറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമായി എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.